ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനിൻ്റെ റിവ്യൂ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചോദിച്ച സമയത്ത് കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ സൺസ്ക്രീൻ നല്ലതാണോ, ഈ സൺസ്ക്രീൻ നല്ലതാണോ. പിന്നെ എന്നെ അറിയുന്നവർ നമുക്ക് പേഴ്സണലി വാട്സപ്പിലും കൂടെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ആറ് വർഷത്തോളമായിട്ടുണ്ട് സൺസ്ക്രീൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് നല്ലതെന്ന് തോന്നിയതും അതുപോലെ തന്നെ എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയും ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ സൺസ്ക്രീനെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്ന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്നിൽ കുറച്ചധികം ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി, നമ്മുടെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ പോയി. അത് മൂവാറ്റുപുഴയുള്ളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പേര്, അതുപോലെ തന്നെ നമ്മുടെ ഏജ്, നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. വളരെ കൂളായിട്ടാണ് കേട്ടോ ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഷോപ്പിൽ സൺസ്ക്രീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ ഞാൻ സൺസ്ക്രീനെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ നമുക്ക് ഏജൻസിക്കാർ ഓർഡർ എടുക്കാൻ വരുമ്പം അത് വേണം ഇത് വേണം അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ചോദിക്കുമല്ലോ. അപ്പോൾ സൺസ്ക്രീൻ എപ്പോഴോ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു. വന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഞാനത് എടുത്ത് വെക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പം അതുവരെ കൂളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ സൺസ്ക്രീൻ കടയിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാനുണ്ട്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചൂടായി ഡോക്ടർ. അപ്പം എന്നോട് പറഞ്ഞു, എന്താണ് ഈ സൺസ്ക്രീൻ കസ്റ്റമേഴ്സിന് മാത്രം കൊടുത്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് അവനും കൂടെ ഒന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. വളരെ കുറച്ച് ദേഷ്യത്തിൽ. അതാ ഞാൻ പറയാം, അതുവരെ വളരെ സോഫ്റ്റായിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്ന് ടോൺ അങ്ങ് മാറിയിട്ട് എന്നോട് ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൻ്റെയും ഡോക്ടറിൻ്റെ ഒന്നും പേര് പറയാത്തത്. മൂവാറ്റുപുഴയാണ്, അത് മാത്രം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഡോക്ടർ എനിക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു. എൻ്റെ ഫേസിൽ കുറേ ഇങ്ങനെ ഡാർക്ക്, ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഡാർക്കൊക്കെ ആയിട്ട് വളരെ ഇഷ്യൂ ആയിരുന്നു. അതിനാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഡോക്ടർ അന്നൊരു സൺസ്ക്രീൻ തന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു മെഡിക്കൽ സൺസ്ക്രീനാണ്. 1000 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ പേര് ഓർക്കുന്നില്ല. ഒരു മെഡിക്കൽ നെയിം ആയതുകൊണ്ട് തന്നെ അത് തന്നെയല്ല, ഞാൻ ആ ഡോക്ടർ തന്ന ഒറ്റ ട്യൂബ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് റീപർച്ചേസ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്കത് ഓർമ്മയില്ല. അപ്പം ആ സൺസ്ക്രീന് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് 1000 രൂപയായിരുന്നു. അത് തന്നെയല്ല, ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. കാരണം എനിക്കത് ഓർമ്മയുണ്ട്, എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, ഒരു എക്സ്ട്രാ ഡ്രൈ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനത്തെ എൻ്റെ സ്കിന്നിൽ പോലും അത് ഭയങ്കര ഓയിലി ആയിരുന്നു. ഇങ്ങനെ എണ്ണ വരി തേച്ച ഒരു എഫക്റ്റായിരുന്നു. അപ്പം ഞാനത് എന്തായാലും ഡോക്ടർ തന്നല്ലേ, പിന്നെ അത്ര എക്സ്പെൻസീവും കൂടെ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് തീരുന്നവരെന്താണെങ്കിലും യൂസ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ തന്നെ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ടും എൻ്റെ ഷോപ്പിലുള്ളതും ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നോക്കിയാണ് കുറേ സൺസ്ക്രീൻ എനിക്ക് തോന്നുന്നു ഒരു 5-6 ബ്രാൻഡെങ്കിലും മിനിമം സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ സ്കിന്നിന് കറക്റ്റായിട്ടുള്ള ഒരു സൺസ്ക്രീൻ എനിക്ക് കിട്ടിയതും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് സൺസ്ക്രീൻ അതാണ്. പേര് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല, ഒരു മെഡിക്കൽ ആയിരുന്നു. പിന്നെ അത് ഭയങ്കര ഓയിലി ആയിരുന്നു, ആ ഒരു ഇഷ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ രണ്ടാമത് ഞാൻ വാങ്ങിച്ച സൺസ്ക്രീന് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അത് SPF 35 ആയിരുന്നു. അപ്പം അതെന്താ പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അത് തേച്ച സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. അല്ലാണ്ട് വേറെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും ഒക്കെ അത് ഓക്കെ ആയിരുന്നു, നല്ലൊരു ഫിനിഷും ആയിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കത് വർക്കായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഓയിലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ സൺസ്ക്രീൻ സൂപ്പറായിരിക്കും. അപ്പോൾ അതായിരുന്നു ഞാൻ ഡോക്ടർ തന്ന അല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് അക്വലോജിക്കയുടെയാണ് കേട്ടോ. അക്വലോജിക്കയുടെ എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വേരിയൻറ്റോളം മാറി വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ പറയാനുള്ളത് അക്വലോജിക്കയുടെ ഒരു ഡീറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഡീറ്റാൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റാൻ ചെയ്യും, നമ്മുടെ ഫേസിലൊക്കെയുള്ള ടാനിങ് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3 മന്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡീറ്റാൻ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ടാൻ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു, വർക്കായില്ല, അവർ പറഞ്ഞത് വർക്കായില്ല. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ തന്നെ ഞാൻ ഒരു വാട്ടർമെലോണിൻ്റെ എന്താണ് ഡ്യൂയി പ്ലസ് എന്നാണ് തോന്നുന്നു, ഒരു വാട്ടർമെലോണിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് വാങ്ങിച്ചു. അത് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്, നല്ല സുഖമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ അതിന് നല്ലോണം ഒരു എന്താ പറയുക, ഒരു വൈറ്റ് കാസ്റ്റ് പോലെ
അങ്ങനെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എഗെയിൻ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഡ്രൈ ആവുന്ന പോലെ തോന്നി. അപ്പം ഞാൻ അതും നിർത്തി. എന്നിട്ട് അക്യുലോജിക്കയുടെ തന്നെ വേറെ ഒരു വേരിയൻറ്റും കൂടെ ഉണ്ടായിരുന്നു, ഒരു വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ്. അപ്പം അതും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വാങ്ങി കേട്ടോ. അപ്പോൾ അക്യുലോജിക്കയുടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ യൂസ് ചെയ്ത സമയത്ത് ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. നമ്മളിങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്ത ഒരു ഫീലായിട്ടിരിക്കും. ഭയങ്കര ഒരു പുട്ടിയടിച്ച ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് മാത്രമേ ആ വൈറ്റമിൻ സി സൺസ്ക്രീൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിരുന്നു, അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു വൈറ്റ് കാസ്റ്റിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ട് പിന്നെ ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അക്യുലോജിക്കയുടെ പിന്നെ ഒരു പ്രോഡക്റ്റും സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അക്യുലോജിക്കയുടെ സൺസ്ക്രീനാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അതും 3 വേരിയൻറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. ഒന്നും എനിക്ക് വർക്കായില്ല. അതുകൊണ്ട് ഞാൻ അക്യുലോജിക്ക എന്ന് പറയുന്ന ബ്രാൻഡേ ഞാൻ പിന്നെ ഉപേക്ഷിച്ചു കേട്ടോ. അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീന് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരുന്നു. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കടയിലൊക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് അബ്സോർബ് ആവാനായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു. കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു അത് സ്കിന്നിലോട്ട് ആവാനായിട്ട്. അത് തന്നെയല്ല, സ്കിന്നിലോട്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ തന്നെ നല്ലോണം ഒരു പുട്ടി അടിച്ച ഫീലായിരുന്നു ഈ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീന്. പക്ഷേങ്കിൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ അത് ഭയങ്കര ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. കാരണം SPF PA+++ ഉണ്ട്. PA4+ ആണ് കേട്ടോ മിനിമലിസ്റ്റിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് മേടിച്ചാണ് കേട്ടോ ഡോക്ടർ ഷെത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീൻ. അത് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് അത് നല്ലൊരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. അത് PA50+ ഉണ്ട്, SPF 50+ ഉണ്ട്, അതുപോലെ തന്നെ PA4+ ആണ്. ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് ആവും സ്കിന്നിലോട്ട്. അത് യൂസ് ചെയ്യാൻ നല്ലതായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അവരുടെ തന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ തീർന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പം അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് വന്ന സമയത്താണ് ഞാൻ ഡെർമക്കോടെ 1% ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് സൂപ്പർബായിട്ട് എനിക്ക് വർക്ക് ചെയ്തൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഡെർമക്കോടെ 1% ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഫേസിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആവും സ്കിന്നിലോട്ട്. അത് യൂസ് ചെയ്യാനായിട്ട് നല്ല പാക്കേജിങ് ഒക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു. അപ്പം അതാണ് കേട്ടോ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയത്. അത് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും വർക്കാവുന്ന ഒരു സൺസ്ക്രീനാണ് ഡെർമക്കോഡേന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ. ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് പ്ലം. ഞാനിപ്പോൾ കുറേ നാളായിട്ട് അത് മാറ്റുന്നേ ഇല്ല. സെയിം തന്നെ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ നല്ല പ്ലമ്മിൻ്റെ തന്നെയാണ് ഞാനിപ്പോൾ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലമ്മിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലതാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ SPF 50 ആണ്, PA4+ ആണ്. പിന്നെ അത് ടാൻ റെഡ്യൂസ് ചെയ്യും, ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ് കേട്ടോ. ടാൻ റെഡ്യൂസ് ചെയ്യുന്നതന്നെ അവർ പറയുന്നുണ്ട്. അതും ഏറെക്കുറെ ശരി തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് എന്നല്ല, എന്നാലും നമ്മളത് ഓവർ എ പീരീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്കിൻ ബ്രൈറ്റൻ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെയൊക്കെ നല്ലോണം ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നാൽ പോലും കുറേയൊക്കെ അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ സൺസ്ക്രീൻ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഞാനീ പറയുന്നത് എൻ്റെ സ്കിന്നിന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞുള്ളൂ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ പോലെ ഒരു എക്സ്ട്രാ ഡ്രൈ സ്കിന്നാണ്. അപ്പം എൻ്റെ സ്കിന്നിന് വർക്ക് ചെയ്തും വർക്ക് ചെയ്യാത്തതും കൂടെയാണ് കേട്ടോ. ഞാൻ ആ ഒരു ബേസിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിപ്പം ഈയിടെ പുതിയതായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ സൺസ്ക്രീനാണ് ഡേംഡോക്കിൻ്റെ ഒരു പർപ്പിൾ സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഒരു പർപ്പിൾ കളർ വരുന്നത്. അത് ഞാനിതുപോലെ കുറേ പേരുടെ റിവ്യൂ കണ്ടിട്ട് വാങ്ങി നോക്കിയതാണ്.
പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂബ് അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഞാൻ ഒരു ദിവസം പോലും യൂസ് ചെയ്ത് നോക്കിയില്ല ഡെർമഡോക്കിൻ്റെ. അപ്പം അതും കൂടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല റിവ്യൂസാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ പ്ലം പോലെ തന്നെ ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ്. നമ്മുടെ ടാനും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ബ്രൈറ്റൻ ചെയ്യുന്ന സൺസ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം അതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഉടനെ തന്നെ ഞാനത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറേ ബ്രാൻഡ് പറഞ്ഞു. കുറേ ബ്രാൻഡെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ വേരിയൻറ്റ് എനിക്ക് വർക്കായില്ല. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒട്ടും വർക്കായില്ല. ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നായിട്ടുള്ളവർക്ക് ആ ഗ്രീൻ ടീ വേരിയൻറ്റ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തത് ഞാൻ പറയുന്നത് അക്വലോജിക്കയാണ്. അക്വലോജിക്കയുടെ 3 വേരിയൻറ്റ് ഞാൻ യൂസ് ചെയ്തു. 3 വേരിയൻറ്റും എനിക്ക് ഒട്ടും പറ്റാത്തൊരു ബ്രാൻഡ്, സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും പറ്റാത്തൊരു ബ്രാൻഡായിരുന്നു കേട്ടോ അക്വലോജിക്ക. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഭയങ്കര അക്വലോജിക്കയുടെ പിന്നെ ഒരു സാധനം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വേറെ ഒരു സാധനവും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല. അത്രയ്ക്കൊരു മടുപ്പായിപ്പോയി ആ ബ്രാൻഡിനോട് എനിക്ക് അക്വലോജിക്കയുടെ. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു, ഡോക്ടർ ഷെത്ത് നല്ല സൺസ്ക്രീനാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ഒക്കെ നല്ലതാണ്. SPF 50 ആണ്, PA+++ ഉണ്ട്. നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഷെത്ത് നല്ല സൺസ്ക്രീനാണ്. അടുത്തത് ഏതായിരുന്നു, ഡെർമക്കോയുടെ 1% ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഷെത്തിനെ പോലെ തന്നെ നല്ല സൺസ്ക്രീനാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, നല്ല കംഫർട്ടബിളാണ്. നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ നമ്മളൊന്നും ഇട്ടതായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല സൺസ്ക്രീനാണ് കേട്ടോ ഡെർമക്കോയുടെ. അപ്പോൾ അത്. പിന്നെ അടുത്തത് ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ്. അത് എൻ്റെ സ്കിന്നിന് ഏറ്റവും സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഞാൻ ഇത്രയും യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ് പ്ലം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് പ്ലമ്മിൻ്റെ ആ നയാസിനമൈഡ് വേരിയൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ലതാണ് കേട്ടോ, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്, നോർമൽ സ്കിന്നുകാർക്കും നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് അത്രയ്ക്ക് വർക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ ഇതുവരെ ഇപ്പം ഞാനൊരു 3-4 ബ്രാൻഡ് പറഞ്ഞു. ഈ ഇത്രയും ബ്രാൻഡുകൾ ഞാൻ യൂസ് ചെയ്തതിലേക്ക് ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പ്ലമ്മിൻ്റെ ഈ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് സൺസ്ക്രീൻ പറയും. അതുപോലെ തന്നെ ഡെർമക്കോയുടെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീനും സൂപ്പറാണ്. പിന്നെ അടുത്തത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. മിനിമലിസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ നല്ല സൺസ്ക്രീനാണ്, പക്ഷെങ്കിൽ നല്ലോണം വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും ഞാൻ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ബ്രാൻഡിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ സ്കിന്നിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ എനിക്ക് നല്ലതെന്ന് പറയുന്നത് ചിലപ്പം മറ്റ് സ്കിൻ ടൈപ്പിനെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്തെന്നുള്ളത് കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് വീഡിയോസാണ് കാണേണ്ടതെന്നുള്ളത്, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലേക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.